ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ തക്കാളി സവാള പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം. തക്കാളി സവാള പച്ചമുളക് നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് കറിവേപ്പില ഇതെല്ലാമായിട്ട് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കണം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാത്ത മഞ്ഞൾപ്പൊടി സവാള നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്കിത് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ല വഴഞ്ഞ് വരുന്നുണ്ട്. അത് നല്ലപോലെ വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. കേട്ടോ. നല്ല പോലെ വഴന്ന് വരുമ്പോഴാണ് നമ്മൾ തോരന് ഉണ്ടാക്കുന്നത്. അതുപോലെ മുട്ട ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മുട്ട തോരൻ ഉണ്ടാക്കാൻ സാധ്യതയൊക്കെ വന്നിട്ടോ. അപ്പം ഞാനിതിൽ ഒരു 7 മുട്ടയാണ് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 7 മുട്ടയ്ക്ക് 2 സവാള, 1 തക്കാളി, 3 പച്ചമുളക് ഇട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലയും ഞാൻ അത് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല വരുന്നുണ്ട്, നല്ല ഫ്രഷായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടില്ല.
അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇച്ചിരി കൂടി വഴഞ്ഞ് വരാനുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ മുട്ട കേട്ടോ. അങ്ങനെ 7 മുട്ടയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുട്ട തോരനെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഇതിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ എല്ലാവരും ഒന്ന് മുട്ടത്തോരൻ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ മുട്ടത്തോരന് നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ. ഇതാണ് നമ്മുടെ മുട്ടത്തോരൻ. അപ്പോൾ 7 മുട്ടയ്ക്ക് ഞാൻ ഒരു 2 സവാള, ഒരു തക്കാളി ഒക്കെ ഇട്ടേക്കണം. 2-3 പച്ചമുളക് ഇട്ട്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ മുട്ടത്തോരൻ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഇതുപോലെ ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമ്മുടെ മുട്ടത്തോരൻ നല്ല റെഡിയല്ലേ നോക്കിയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.